ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉള്ളത് ഞാൻ ഡിഷ് വാഷറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം സിങ്കൊക്കെ ഒന്ന് എംറ്റി ആക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ ഒരുപാടൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാനില്ല. ചെറിയ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതാ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കും കേട്ടോ. ഇതുമ്മ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെക്കണോണ്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഓയിലിൻ്റെ ഡ്രോപ്സൊക്കെ വീണിട്ടുണ്ടാവും, ഇങ്ങനെ തെറിക്കില്ലേ കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട്, ഇപ്പം ഞാൻ ഈ തുടച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മുടെ ടിഷ്യൂ വെച്ചിട്ടാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വൈപ്സ് വെച്ചിട്ടില്ലേ, വെറ്റ് വൈപ്സ് വെച്ചിട്ട് അങ്ങനെയും തുടച്ചെടുക്കാം. ഏതായാലും ഓക്കെയാണ്. പിന്നെ ഒത്തിരി പൊട്ടായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിത് കഴുകി കൂട്ടാം, എന്താ പറയുക, സോപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴുകി എടുത്തിട്ട് ഡ്രൈ ചെയ്ത് വീണ്ടും വെക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേർണറിൻ്റെ ആ ഒരു ഗ്രില്ലൊക്കെ ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ആക്കാനായിട്ട് ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഓയിലൊക്കെ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡില്ലേ, ഇതും കൂടി ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലില്ലേ ഈ ഒരു ബോട്ടിൽ കുറേ പേര് എപ്പോഴും ചോദിക്കലുള്ള ബോട്ടിലാണ് ഈ ഓയിൽ ഡിസ്പെൻസർ. ഇതിൻ്റെ 3 എണ്ണമായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു വൈറ്റും കൂടിയിട്ടുണ്ടായിരുന്നു, റെഡും ബ്ലൂവും വൈറ്റും കൂടി ഉണ്ടായിരുന്നു. അതിൽ ആ വൈറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞ ആഴ്ചയിൽ. അത് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് കഴുകാനെടുത്ത സമയത്ത് വീണിട്ട് അങ്ങനെ പൊട്ടിപ്പോയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് 2 എണ്ണേ ഉള്ളൂ, ബ്ലൂവും റെഡും. അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ബേർണറിന് ചുറ്റും വെക്കുന്ന ആ ഒരു ഗ്രില്ലില്ലേ, ഒരു സാധനമില്ലേ, അത് ഞാൻ എങ്ങനെയാണ് എപ്പോഴും ചെയ്യാന്ന് വെച്ചാൽ, ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അല്ല, വെറുതെ വൈപ്സ് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ചെയ്യില്ല, അല്ലാണ്ട് വെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യില്ലേ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം ഇതാ ഇതുപോലെ കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ ടിഷ്യൂമ ആക്കിയിട്ട് അത് ഇതുമ്പോൾ ഒന്ന് തുടച്ചു കൊടുക്കും. ഒരുപാട് തുടയ്ക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ഇത് വരും, ഇങ്ങനെ ഭയങ്കര ഗ്രീസി ആയിട്ടുണ്ടാവും. തന്നെ കുറച്ച് മാത്രം കേട്ടോ, വളരെ കുറച്ച് മാത്രം ടിഷ്യൂ പേപ്പറുമ്മ ഒന്ന് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഗ്രില്ല് ഒക്കെ ഇല്ലേ, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് റസ്റ്റ് വരുമൊന്നുമില്ല കേട്ടോ. മാത്രമല്ല എപ്പോഴും നല്ല ഭംഗിയിലും വൃത്തിയിലും ഒക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. പക്ഷേ ഒരു കാര്യം, ഒരുപാട് ഓയിൽ കോരി ഒഴിക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം. ബെൽ പെപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മാത്രം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം ഞാനൊന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിന്നെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ ആ സീഡ്സൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും ആ സീഡ് അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കും, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഇത് കട്ട് ചെയ്ത് അതിൻ്റെ സീഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. ഒരു 10 മിനിറ്റ് എല്ലാം സോക്ക് ചെയ്ത് വെക്കും. വിനീഗർ ഒരുപാട് ഒഴിക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കുക ചെയ്യുക. കണ്ടെയ്നറിൻ്റെ താഴെ ഒരു ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ വെച്ച് കൊടുക്കും, ടിഷ്യൂ പേപ്പറില്ലേ അത് വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടായി പോകുമൊന്നുമില്ല. പക്ഷെ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ അതിനകത്ത്. അങ്ങനെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാൻ പറ്റും, പിന്നീട് കഴുകാനൊന്നും നിൽക്കൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് റോസ് പെറ്റൽസ് വെച്ചിട്ടുള്ള ഒരു ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ കുടിക്കലുണ്ട് കേട്ടോ. ഇവിടെ കുടിക്കലുണ്ട്, എൻ്റെ ഹസ്ബൻഡും കുടിക്കലുണ്ട്, മോള് കുടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെറ്റിലേക്ക് കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് എല്ലാം വെക്കും.
ഒരു ഫുജി ഹോറോൻ്റെ ഈ ഒരു ആഷ് ബ്ലൂ കളറിലുള്ള കെറ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഷെയർ ചെയ്യാമെന്ന്, ലോങ് വീഡിയോയിൽ. ഇത് ഞാനിവിടെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുജി ഹോറോൻ്റെ സൈറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇവിടുന്നാട്ടാ വാങ്ങിക്കൽ. ഇത് ഞാൻ ആമസോൺ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ആമസോൺ UAEയിലും ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 2 ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ലോങ് വീഡിയോൻ്റെ താഴെ കൊടുക്കാം. ഇതൊന്നല്ലെങ്കിൽ നിങ്ങൾ ഫുജി ഹോറോൻ്റെ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലോങ് വീഡിയോൻ്റെ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കാത്ത എന്താ വെച്ചാൽ അത് ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്ക് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അതിൽ കൊടുക്കാണ്ടിരുന്നത്. കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈസിലി ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും കിട്ടുകയാണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ലാസ്റ്റത്തെ ലോങ് വീഡിയോയിൽ ഞാനൊരു കുക്കിംഗ് പോട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറിലുള്ളത്. അതിനെ പറ്റിയിട്ട് കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ താഴെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ആ ഒരു പോട്ടിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇതിനിടയിൽ ഞാൻ ഈ നമ്മുടെ ബെൽ പെപ്പേഴ്സൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവാനാക്കി വെച്ചിട്ടുള്ളതാട്ടോ. ഇനി ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വേണം, ഡ്രൈ ആയിട്ടെന്ന് വെച്ചാൽ ആ വെള്ളമൊക്കെ പോയിട്ട് എന്നിട്ടാണ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇതാ റോസ്റ്റി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക്, ഇതെൻ്റെ മോള് പെയിൻറ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആട്ടാ, പോയിട്ട് പെയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ അവളുടെ ആ പൂച്ചക്കുട്ടീൻ്റെ തലയാണ് ആ മുകളിൽ വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ചതേ. ഇനിയിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കുകയാണ്. ഇതെൻ്റെ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാട്ടാ. അത് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. മിക്ക കുട്ടികൾക്കും ഇത് ഇഷ്ടമാവും. ഇവിടെ അവളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഉണ്ടാക്കലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ റെസിപ്പി ഞാൻ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യാം. മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ മാക്രോണി ഇല്ലേ, അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. വേറെ ഒന്നിലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല, അതാകുമ്പോൾ ആ ഒരു ഒറിജിനൽ റെസിപ്പി ആയിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യമല്ലേ, പാസ്തയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ മാക്രോണിയാണ് യൂസ് ചെയ്യുക. പിന്നെ ഇതൊന്ന് കുക്കാവാനായിട്ട് വെള്ളം ചൂടായപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് എല്ലാം കൊണ്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൽ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകളാട്ടോ ബാക്കിയെല്ലാം യൂസ് ചെയ്യണത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയില്ലേ, ഓൾ പർപ്പസ് ഫ്ലവർ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഈ ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ മൈദ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് കരിഞ്ഞു പോയിട്ടുണ്ട് മുന്നേക്കെ. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് കാരണം അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മെൽറ്റായി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്താ പറയുക, ഓൾ പർപ്പസ് ഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്ന റോസ്റ്റ് ചെയ്തെടുക്കും. കരിഞ്ഞു പോകാൻ പാടില്ല. അടുക്കി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാട്ടെ ഈ ഒരു റെസിപ്പിക്ക് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്, ലോ ഫാറ്റിനേക്കാളും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്ക്, നല്ലോണം തിക്കായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെഡർ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാട്ടാ ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പെപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ അവൾക്ക് ആവശ്യമില്ലാത്ത കാരണം ഞാൻ പെപ്പർ ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാക്രോണി ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കാറുള്ള ഈസി ആയിട്ടുള്ള മാക്ക് ആൻഡ് ചീസിൻ്റെ ഒരു റെസിപ്പി. ഇതിവിടെ മോൾക്കും അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇനിയിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.